നമസ്കാരം. ഇന്ത്യയെ പണിഞ്ഞു പണിഞ്ഞ് ഒടുവിൽ യാചകന്മാരുടെ നാടായി മാറിയിരിക്കുന്നു പാകിസ്ഥാൻ എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പാകിസ്ഥാനികളായിട്ടുള്ള 24,000 യാചകരെയാണ് സൗദി അറേബ്യ പുറത്താക്കിയത്. ഉംറയുടെ മറവിൽ വിസയിൽ സൗദി അറേബ്യയിലെത്തി മക്കയിലും മദീനയ്ക്കും സമീപമുള്ള പ്രദേശങ്ങളിൽ തെരുവുകളിൽ ഭിക്ഷയെടുത്ത 24,000 പേരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു സൗദി അറേബ്യ എന്ന രാജ്യം. പുറത്താക്കിയവരെ അസർബൈജാനിലും തായ്ലൻഡിലുമൊക്കെ തെരുവുകളിൽ നിന്ന് ഇപ്പോൾ ഇരക്കുന്നതായുള്ള വാർത്തകൾ വരുന്നു. ഒരു രാജ്യത്തിന് അന്തർദേശീയ തലത്തിൽ ഇത്രത്തോളം നാണക്കേടുണ്ടായ മറ്റൊരു കാലഘട്ടമില്ല എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഇന്ത്യ ലോകത്ത് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി കുതിക്കുകയാണ്. ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്താൻ മത്സരിക്കുകയാണ്. ആ ഇന്ത്യയെ അതിർത്തികളിൽ നിന്ന് ഭീകരവാദം കൊണ്ട് തുരക്കുന്ന, ഇന്ത്യയെ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഗതികേടിനെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ സൗദി അറേബ്യ മാത്രമല്ല, UAE പിടിച്ചു പുറത്താക്കിയ 6,000 പേരെ, മറ്റ് അറബ് രാജ്യങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പിടിച്ചു പുറത്താക്കിയിരിക്കുന്നു പാകിസ്ഥാനികളെ. UAE പാകിസ്ഥാനികൾക്കുള്ള വിസ തന്നെ നിരോധിച്ചിരിക്കുന്നു. എന്തൊരു ഗതികേടാണ് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ഓർക്കണം. ആ രാജ്യം ചെയ്യുന്നതോ ലോകത്ത് മുഴുവൻ തീവ്രവാദം വിതയ്ക്കുക. ഏറ്റവും രസകരമായ കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഇന്ത്യക്കെതിരെ, ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇന്ത്യയെ അങ്ങ് ഭയപ്പെടുത്താൻ വേണ്ടി സൗദി അറേബ്യയുമായി ആണവ ആയുധ കരാർ ഉണ്ടാക്കിയ രാജ്യമാണ് ഈ പാകിസ്ഥാൻ. ആണവായുധ കരാർ ഉണ്ടാക്കി ഇന്ത്യയെ മൂക്കിൽ കയറ്റി കളയുമെന്ന് പറഞ്ഞ രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനിലെ 24,000 പേരെയാണ് പാകിസ്ഥാനികളെയാണ് ഇസ്ലാമികൾ എന്നുള്ള പരിഗണനയില്ലാത്ത, മുസ്ലിങ്ങൾ എന്ന പരിഗണനയില്ലാതെ സൗദി അറേബ്യ പിടിച്ച് പുറത്താക്കിയത്, നാടുകടത്തിയത്. എന്ത് ആത്മാർത്ഥതയാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ളതെന്ന് ഓർക്കണം. ഇസ്ലാമിക ബന്ധം എവിടെയാണെന്ന് ഓർക്കണം. ഒരു ബന്ധവുമില്ല. പാകിസ്ഥാനികളെ ലോകത്തൊരു രാജ്യത്തിനും വേണ്ടാത്ത എടുക്കാച്ചരക്കുകളായി പാകിസ്ഥാനികൾ മാറിയിരിക്കുന്നു എന്ന ഏറ്റവും നിർണായകമായ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ടൂറിസ്റ്റ് വിസകൾ ദുരുപയോഗം ചെയ്ത് ഈ വർഷം മാത്രം പാകിസ്ഥാനിലെത്തിയ 24,000 പേരെയാണ് സൗദി അറേബ്യ പുറത്താക്കിയത്. വിദേശത്ത് സംഘടിത ഭിക്ഷാടനവും കുറ്റകൃത്യങ്ങളുമാണ് പാകിസ്ഥാനികൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ UAE അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ പാകിസ്ഥാൻ പൗരന്മാർക്ക് മേൽ വലിയ നിരീക്ഷണം ഏർപ്പെടുത്തി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. പാകിസ്ഥാനികൾക്ക് വിസ നിയന്ത്രണം ഏർപ്പെടുത്തി നിരവധി രാജ്യങ്ങൾ. UAE അടക്കമുള്ള രാജ്യങ്ങളാണ് പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകേണ്ടതില്ല എന്നും, അഥവാ നൽകുന്നെങ്കിൽ തന്നെ അതിൽ കൃത്യമായ പരിശോധന വേണമെന്നുമുള്ള നിബന്ധന പൂർത്തിയാക്കിയത്. പാകിസ്ഥാന്റെ ഈ യാചക സംഘടനകൾ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് വലിയ കോട്ടം തട്ടിക്കുന്നുണ്ട് എന്നാണ് പാകിസ്ഥാനിലെ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമായി ഈ പാകിസ്ഥാൻ യാചക പ്രശ്നം ഒതുങ്ങുന്നില്ല. ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കുമുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് സമാനമായ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. കംബോഡിയയിലും തായ്ലൻഡിലും ടൂറിസ്റ്റ് വിസ തരപ്പെടുത്തിക്കൊണ്ട് തെരുവുകളിൽ ഭിക്ഷാടനം നടത്തുകയാണ് പാകിസ്ഥാനികൾ. ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, എത്ര ദയനീയമാണ് ഒരു രാജ്യത്തിന്റെ അവസ്ഥ. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ തൊട്ടയൽ രാജ്യമാണ്. 1947 ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിപ്പോയതാണ്. ഇന്ത്യയുടെ വലിയ ഭൂസ്വത്ത്, ഇന്ത്യയുടെ വലിയ വിഭവം ഇന്ത്യ നൽകി പറഞ്ഞയച്ചതാണ്. എന്നിട്ടോ ഇന്ത്യ ആ കഴിഞ്ഞ ഇത്രയും കാലം കൊണ്ട് ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലേക്ക് വളർന്നപ്പോൾ തീവ്രവാദം വളർത്തി, തീവ്രവാദം വിൽപ്പന നടത്തി, തീവ്രവാദം കൊണ്ട് ജീവിച്ച ഒരു രാജ്യം, ഇന്ത്യയെ നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോട് മാത്രം ഭരിച്ച ഭരണകൂടങ്ങൾ ഒടുവിൽ ഇപ്പോൾ ആ രാജ്യം നരകിക്കുകയാണ്. ആഹാരത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി, ഒരു കാലത്ത് പണപ്പെരുപ്പം കൊണ്ട് പൊറുതിമുട്ടിയ രാജ്യം. അമ്മമാരുടെ നിലവിളികൾ ഉണ്ടായിരുന്നു. കുഞ്ഞു മക്കൾക്ക് ഒരു ഗ്ലാസ് പാലിന് വേണ്ടി ആയിരക്കണക്കിന് രൂപ നൽകേണ്ട അവസ്ഥ. അങ്ങനെ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയ ആ രാജ്യത്ത് നിന്നും ജനങ്ങൾ ഭിക്ഷാടനത്തിന് വേണ്ടി പാലായനം ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഉംറ വിസ പോലും ദുരുപയോഗം ചെയ്ത്
ആ ഉംറ വിസയുടെ മറവിൽ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തി അവിടെ തെരുവുകളിൽ ഭിക്ഷാടനം നടത്തുന്ന ഭിക്ഷാടന മാഫിയായി പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്. ഇന്ത്യയെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഒരു രാജ്യത്തിന് ചരിത്രപരമായി കിട്ടിയ തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം.